ഹലോ, അങ്ങനെ എല്ലാവർക്കും നമ്മുടെ കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വടക്കഞ്ചേരി അടുത്തുള്ളൊരു വാട്ടർഫോളിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇതിന് 2 പേരുണ്ട്, ആലിങ്കൽ വാട്ടർഫോൾസ് എന്നും കടപ്പുറ വാട്ടർഫോൾസ് എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. മംഗലം ഡാമിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 11 കിലോമീറ്റർ ആണ് കേട്ടോ നമ്മുടെ ഈ വാട്ടർഫോളിലേക്ക് വരുന്നത്. അവിടെ നമുക്ക് റോഡിൽ നിന്ന് നമുക്കൊരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർഫോളിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഇതിനടുത്തായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് തളികക്കല്ല് എന്നുള്ളൊരു ആദിവാസി കോളനി വരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു ഡിസംബർ മന്തിലാണ്, എന്നാലും തന്നെ അത്യാവശ്യം നല്ല വെള്ളം നമുക്കിവിടെ കാണാം കേട്ടോ. ഇത് ഈ ഒരു പുഴ ക്രോസ് ചെയ്തിട്ട് വേണം, പുഴ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു അരുവി പോലെയാണ് അതിൻ്റെ ഒരു ഏരിയ. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ വാട്ടർഫോളിലേക്ക് എത്താനായിട്ട്. വളരെ കുറച്ച് ദൂരം നമുക്ക് നടക്കാനുള്ളൂ കേട്ടോ. ബാക്കി വാട്ടർഫോൾസിലേക്കൊക്കെ നല്ല ദൂരം നമുക്ക് നടക്കാനുണ്ടാവും. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ലൊക്കേഷൻ റീച്ച് ആവാനായിട്ട് പറ്റും കേട്ടോ. നമ്മളിത് അരുവി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി ദൂരം നടന്നാലാണ് നമ്മൾ വാട്ടർഫോൾ കാണുന്നത്. നമുക്ക് ഈ വാട്ടർഫോളിൻ്റെ ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ തന്നെയാണ് നമ്മളിവിടെ നിന്ന് നടന്നു പോയി കഴിഞ്ഞാൽ കാണുന്നത് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി നടക്കുമ്പോൾ തന്നെ നമുക്ക് ആ വാട്ടർഫോളിൽ നിന്ന് ശരിക്കും ആ സൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കേൾക്കാം കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ അതിൻ്റെ വ്യൂ. ഇത് ലോങ് ഒരു വ്യൂ ആണ്. ഈ ചെടികളൊക്കെ ഒന്ന് മറവ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാട്ടർഫോളിൻ്റെ ഭംഗിയുള്ളൊരു കാഴ്ച കാണാം. ഇത്രയും കൂടെ നമ്മളൊന്ന് താഴത്തോട്ട് ഇറങ്ങാൻ മതി കേട്ടോ. അങ്ങനെ നമ്മൾ വാട്ടർഫോളിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആലിങ്കൽ വാട്ടർഫോൾസ്. ഇത് കണ്ടില്ലേ എത്ര പീക്കെന്ന് പറയുന്നത്. ഇപ്പോൾ പറയുമ്പോൾ ഒരു റെയിനി സീസൺ അല്ല, എന്നിട്ട് പോലും ആ ഒരു വാട്ടർഫോളിൻ്റെ വ്യൂ നോക്കിയേ എത്ര ഹൈറ്റ് എന്നാണെന്നറിയോ അതിന് വെള്ളം വരുന്നത്. നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. വാട്ടർഫോളിൽ എപ്പോഴും നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്തും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുളിക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ പുറത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ വാട്ടർഫോളിൻ്റെ ഭംഗിയൊക്കെ കാര്യമായി ആസ്വദിച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോരുകയാണ് ചെയ്തത് കേട്ടോ. ഹൈറ്റാണ് പറഞ്ഞാൽ അതിൻ്റെ ഭംഗി. അതിൻ്റെ ഭംഗിയില്ലേ. നമ്മളങ്ങനെ വാട്ടർഫോളിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങി കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. നിറയെ റബ്ബർ എസ്റ്റേറ്റുകളും അതുപോലെ തന്നെ തേക്കിൻ്റെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് ഹൈവേ നമ്മളിതിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമ്മുടെ ക്ലൈമറ്റ് അത്രയും മാറി വരും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ എന്തായാലും വീക്കെൻഡ് ഞങ്ങൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള വാട്ടർഫോളിൽ പോയി എൻജോയ് ചെയ്തു. എല്ലാവരും നിങ്ങൾക്കും പോകാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പോയി വിസിറ്റ് ചെയ്യുക.